ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, എന്നാളൊരു വെറൈറ്റി വീഡിയോ കേസ്. അപ്പോൾ ഇതാരാന്ന് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. സൂപ്പർ സെറോക്സ് ഇൻ മൈ മാച്ച്, അതും കൂടാണ്ട് മൈക്കി എഫും നമ്മുടെ മാച്ച് വന്നു. പിന്നെ വിനായക് ഭായിനെ അറിയോ? വിനായക് ഭായി ഉണ്ടായിരുന്നു മാച്ചിൽ. അപ്പം വേറൊരാൾ ആരാന്ന് അറിഞ്ഞൂടാ കേസ്. അപ്പോൾ എന്നാളും ഈ മാച്ച് കളറാക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നത് മാക്സിമം കേസ്. അപ്പോൾ ഇവന്മാരെ കൊല്ലാൻ പറ്റുന്ന സെറ്റ് ആയിരിക്കും. സൂപ്പർ സെറോക്സിനൊക്കെ കൊന്നു കഴിഞ്ഞാൽ ഏത് റേഞ്ച് മാറും കേസ്. അപ്പോൾ നമുക്ക് കൊല്ലാൻ പറ്റും നോക്കാം എന്നാളും. അങ്ങനെ നമ്മളിത് പ്ലെയിനിൽ വന്നിട്ടുണ്ട്. പ്ലെയിനിൽ വന്നപ്പോഴാണ് കേസ് ഒരു കാര്യം കൊടുത്തത്. എൻ്റെ റേഞ്ചിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു കേസ്. അപ്പോൾ അതെല്ലാം നമ്മൾ നേരെ റേഞ്ചെല്ലാം സെറ്റാക്കിയിട്ട് ക്ലോക്കിൽ വന്നങ്ങ് പറന്നിറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് നേരെ 2 തോക്ക് കിട്ടും നോക്കാൻ വന്നിട്ട് തോക്കൊന്നും കാണില്ല കേസ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട അടുത്ത് നോക്കിയില്ല, അത് വേറെ കാര്യം. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നപ്പോൾ തോക്ക് കിടക്കണം, അതെല്ലാം നമ്മൾ ടീമേറ്റ് കൊണ്ടുപോയി കേസ്. അത് കഴിഞ്ഞ് നമ്മൾ ഗ്ലൂ ഇട്ടിട്ട് ഇവിടെ നിന്ന് തോക്കങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാൾ VSS UMP കിട്ടി. അപ്പോൾ നമ്മളെന്നാൾ ഇവിടെ സെറോക്സ് ആകാൻ ചാൻസ് ഇല്ല കേസ്. അപ്പോൾ സെറോക്സിൻ്റെ കിൽ ഫീൽഡ് കാണുമെന്ന് നോക്കാം കേസ്. അപ്പം അവസാനം വരെ ഉണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും. എന്നാൽ അവസാനം വരെ നമുക്ക് കണ്ടു നോക്കാം അടിക്കാൻ പറ്റുമോ എന്ന്. അടിച്ചിട്ടാണെങ്കിൽ സെറ്റ് ആയിരിക്കും. അപ്പോൾ W മൈക്ക് ചത്ത് കേസ്. അപ്പം മൈക്കി ഭായിനെ ആരണ്ട് കൊന്നിട്ടുണ്ട് എന്നാളും. അപ്പോൾ കേസ് അപ്പം വേറെ ആരൊക്കെയുണ്ട്? സോൺ ബുഷർ കാണുമായിരിക്കും. എനിക്ക് തോന്നുന്നു വിനായക് ഭായും മൈക്കി ഭായും സെറോക്സ് ഭായും ഉണ്ടായിരുന്നു എന്നാളും മാച്ച്. അപ്പോൾ എന്നാളും ഇവരെ കൊല്ലാൻ വരെയുള്ള സെറ്റ് സാധനമായിരിക്കും, കണ്ടൻറ്റ് വിഷയമായിരിക്കും. അപ്പോൾ നമ്മൾ എന്നാലും നോക്കി നോക്കാം. അപ്പോൾ അവസാനം വരെ ഒന്ന് കാണും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം പിന്നിൽ കേസ് എന്നാലും ഹൈപ്പ് ബട്ടൺ ഇല്ല, അതൊന്ന് ഹൈപ്പ് ചെയ്ത് വിട്ടേക്കാം. അതാകുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ ആയിക്കോളും പിന്നെ വീഡിയോസ് ഇടാൻ. അപ്പോൾ കുറച്ച് വ്യൂസൊക്കെ കയറുവാണെങ്കിൽ നമ്മൾ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസൊക്കെ നമ്മൾ ഇടും കേസ് എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ സപ്പോർട്ട് കാണുന്നത് പ്രതീക്ഷിക്കുന്നു. അതില്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ കേസ് മൈക്കി ഭായി സൂപ്പർ സെറോക്സും വിനായക് ഭായും ചത്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ സോൺ ബുഷർ കാണുമായിരിക്കും, അവസാനം വരെ കാണുമായിരിക്കും കേസ്. എന്നാൽ നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ഏതോരുത്തനാണ് നമ്മുടെ മൈക്കി ഭായിനെയൊക്കെ കൊന്നു. പിന്നെ അത് മാത്രമല്ല അവാര 100K എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു കേസ്. അപ്പോൾ ഫുൾ യൂട്യൂബേഴ്സ് ഒന്നും പറയാനില്ല. എന്നാലും ഞാൻ ഇന്ത്യൻ സെർവറിൽ കുറച്ച് നാളത്തേക്ക് കാണത്തില്ല, ഇനി BD സെർവർ മാത്രമേ ഉള്ളായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ പൊക്കിയെല്ലാം വിട്ട് നമ്മളിതേ ഭീമാ സ്ട്രിപ്പിൻ്റെ ഇവിടെ ആയിട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ ഒരുത്തനാണ് വീടിനകത്തൂടി പോയി. അപ്പം വെളിയിറങ്ങിയപ്പോൾ നമ്മൾ നെക്കി പിടിച്ച് നല്ല ഡാമേജ് കൊടുത്ത് നോക്ക്. പക്ഷേ എനിക്കല്ല കിട്ടിയ വേറെടുത്ത് കില്ല് പോയി കേസ്. എന്നാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. എന്നാലും നമ്മൾ ഇന്ന് സെറോക്സിനെ എങ്ങനെയും കൊല്ലണം. സെറോക്സിനെ കൊന്നു കഴിഞ്ഞാൽ സെറ്റായിരിക്കും. സെറോക്സോ വിനായക് ഭായിയോ മൈക്കി ഭായിയോ ഇത് ആരെങ്കിലുമൊക്കെ വന്നാൽ മതിയായിരുന്നു, വിഷയമായിരിക്കും. അപ്പം എന്നാലും മൈക്കി എഫിനെ അറിയാത്തവരാരും കാണത്തില്ല, പിന്നെ സെറോക്സിനെ അറിയാത്തവർ മിക്കവരും കാണത്തില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ വിനായക് ഭായിനെ മിക്കവർക്കും അറിയാൻ ചാൻസ് ഉണ്ട് കേസ്. അയാം വിനായക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുള്ള പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇതുവരെ കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തല്ലാരും ലൈക്ക് അടിക്കുക. അപ്പോൾ ലൈക്കൊക്കെ അടിച്ച് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കാനാണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസൊക്കെ പവറായിട്ട് നമ്മൾ ഇടുന്നതാണ്. അടുത്ത ഏത് യൂട്യൂബേഴ്സൊക്കെ വന്നാലും നമ്മൾ അപ്പം തന്നെ വീഡിയോ ഇടാൻ ഒരു ഉന്മേഷം കിട്ടും കേസ്. അപ്പോൾ അപ്ലോഡൊക്കെ ചെയ്ത് നമുക്ക് പവറാക്കാം. അത് കഴിഞ്ഞ് നോക്കാൻ നമ്മൾ റഷ് ചെയ്ത് ഒരുത്തം വരുന്നുണ്ടായിരുന്നു കേസ്. അപ്പോൾ അവനെ എന്നാലും നമുക്ക് അടിച്ചിടാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇതിനകത്ത് എവിടെയൊക്കെ ഉണ്ട് സൗണ്ട് കേൾക്കാം കേസ്. അപ്പം ചാടി ചെന്നപ്പോൾ അവനെ നേരെ നെക്കി പിടിച്ചങ്ങ് നോക്കിയിട്ട് എറർ ലൈവോ അങ്ങനെ എന്തോ ആണ് കേസ് അവൻ്റെ പേര്. നോക്കാൻ ഇങ്ങനെ ലൈവാണെന്ന് പറഞ്ഞുകൂടെ, ലൈവാണ് ഒരു ക്ലിപ്പും കിട്ടിക്കാണ്. എന്നാലും നമ്മൾ അതൊന്നും നോക്കുന്നില്ല. എന്നാലും നമ്മൾ സെറോക്സിനെ അടിക്കുക, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള ലക്ഷ്യം കേസ്. അപ്പോൾ അവസാനം വരെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അടിച്ചോ ഇല്ലയോ എന്ന്. അപ്പോൾ നമുക്കും അപ്പോഴേ അറിയാൻ പറ്റും, അത് വേറെ കാര്യം. അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ബാക്ക് വലിഞ്ഞപ്പം ഒരു സ്കോഡ് നമ്മൾ റഷ് ചെയ്ത് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേസ്. അപ്പം ഒരുത്തിന് നല്ല ഡാമേജ് കൊടുക്കാൻ നോക്കി നടന്നില്ല. അവസാനം അവൻ ഗ്ലൂ ഇട്ട് പോയി. അവസാനം ഞാൻ ഓറി വിട്ട് നെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് കൂടി കൊടുത്ത് അവനെ അങ്ങ് നെക്കി പിടിച്ചിടാൻ പറ്റി നോക്കി നടക്കണില്ല കേസ്. അവസാനം നെക്കി ഇട്ട് അത് കഴിഞ്ഞ് അവൻ്റെ പെണ്ണ് വന്നു, അവളെയും കൂടി അങ്ങ് നെക്കി പിടിച്ച് കൊല്ലാൻ പറ്റി നോക്കി. അവസാനം നെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് കൊടുത്ത് അത് കഴിഞ്ഞ് പൊക്കാൻ പോകണം. അവളുടെ നന്മ കണ്ടില്ല കേസ്. അത് കഴിഞ്ഞ് നമ്മൾ നെക്കി അങ്ങ് കൊന്നിട്ടുണ്ട്. അപ്പം ഇനി ഒരുത്തിനും കൂടി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേസ്. അത് കഴിഞ്ഞ് നോക്കാൻ നേരം കേസ് വേറൊരുത്തിനും കൂടി ഉണ്ടായിരുന്നു. ഇവൻ എവിടുന്നാണ് വന്നതെന്ന് അറിഞ്ഞൂടെ കേസ്. അപ്പോൾ ഈ പുറകേന്ന് വന്ന് നമ്മളെ പ്ലക്കി വിട്ടിട്ടുണ്ട്. എന്നുള്ള ഒരു വൈപ്പ് മിസ്സായി ഇവന്മാരുടെ ലോബിയിൽ. അപ്പോൾ എന്നാൽ നമ്മൾ ഒന്നും വേണ്ട, നമുക്ക് ഈ കളി ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ കളി ബൂയി അടിക്കും. സെറോക്സ് വന്ന മാച്ച് നമ്മൾ എന്നാലും ബൂയി അടിച്ചിട്ടേ കാര്യമുള്ളൂ. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്നാലും ചാനൽ സബ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ പവറായിട്ട് ഇടുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ പൊക്കിയെല്ലാം വിട്ടിട്ട് നമ്മളിതേ നേരെ ക്ലോക്കിലോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഈ ക്ലോക്കിൽ നിന്ന് അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഫാക്ടറിയിലോട്ട് പോകാം. അതായിരിക്കും അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലോക്കിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് എങ്ങോട്ടാണ് പോകണേ? അതോ ഭീമാ സ്ട്രിപ്പാണെന്ന് പോട്ടെ കേസ്. അപ്പം ഹാങ്ങറിലോട്ടാണോ അതോ ഫാക്ടറിയിലോട്ടാണോ കേസ് നിങ്ങൾ സ്കോഡ് സാധാരണ പോകണം? അപ്പോൾ നമ്മൾ നേരെ ഫാക്ടറി പോയി അടിക്കാമെന്ന് വെച്ചിരിക്കുകയാണ് കേസ്, ഫാക്ടറി. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഈ ചെറിയ ടവറിനകത്ത് ഇട്ടിട്ട് വല്ലതും കൊണ്ടുവന്ന് നോക്കാൻ നേരം ഒരു ഓഗ് കിടക്കണം. ഇതിനെന്നാളും സെറോക്സ് മുമ്പിൽ വന്നാൽ നേരെ പുറകിൽ നിന്ന് അടിച്ചിട്ട് അവനെ. അപ്പോൾ എന്നാലും നമുക്ക് നോക്കി നോക്കാം. അപ്പം ഒരുത്തനാണ് ഇത് ഓടിപ്പോകണം. അവൻ്റെ കുറച്ച് ഡാമേജ് കൊടുത്ത് അതിന് നെക്കി പിടിച്ച് കുറച്ചുകൂടി ഡാമേജ് കൊടുത്ത് നോക്കാം. കില്ല് നമ്മുടെ ടീമേറ്റ് എന്നാളും എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേസ്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, അവനെ നമുക്ക് വേണ്ട കേസ്. നമ്മളിപ്പോൾ തന്നെ 3 കില്ലായിട്ടുണ്ട്. എന്നാലും മാക്സിമം പവർ അവനെ എടുത്തിട്ടില്ല കേസ്. അവൻ എന്നാളും അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ച് ഡാമേജ് അങ്ങ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് വണ്ടി എടുത്ത് നേരെ എങ്ങോട്ടേക്കൊക്കെ പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട് നേരെ വെള്ളവണ്ടി ആയതുകൊണ്ട് ഒന്നും പറയാനും പറ്റത്തില്ല, നമുക്ക് അടി കിട്ടി കഴിഞ്ഞാൽ. അപ്പോൾ ലംബോർഗിനിയാണ് സെറ്റ്, ഒറ്റ ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പറന്നപ്പുറത്തെ കണ്ടെത്തി എത്തും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ആർസനിൽ കുറച്ച് ലൂട്ടൊക്കെ എടുക്കുക. അത് കഴിഞ്ഞ് ഗണ്ണൊക്കെ സെറ്റാവുമല്ലോ. അപ്പോൾ എന്നാലും നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി ഏതാണെന്ന് കമൻറ്റ് ഇടാൻ മറക്കല്ല. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ എത്ര പേർക്ക് എത്ര വണ്ടി ഇഷ്ടമെന്ന്. പിന്നെ മറ്റേ പാട്ടവണ്ടി വിഷയം വണ്ടി ഒന്നും പറയാനില്ല. അത് ഉണ്ടെങ്കിൽ എവിടെ നിന്ന് അടിച്ചാലും അടിയും കിട്ടത്തില്ല, ക്യാരക്ടർ സ്കില്ലില്ലെങ്കിൽ കിട്ടുകയൊക്കെ ചെയ്യും, എന്നാലും കുറവായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ നേരെ ഫാക്ടറിയിലോട്ട് ബൂസ്റ്റൊക്കെ ഇട്ട് നമ്മൾ പോകുന്നുണ്ട്. ടോക്കണൊക്കെ കളക്ട് ചെയ്തിട്ടാണ് പോണേ. അത് കഴിഞ്ഞ് നമ്മൾ
എങ്ങനെയാലും ഇവന്മാരെ കൊല്ലണം കേസ്. എന്നാൽ കണ്ടു കഴിഞ്ഞാൽ സെറ്റായിരിക്കും, അടിച്ചിടാൻ പറ്റുമെന്ന്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ റേഞ്ച് അങ്ങ് പോയിട്ടുണ്ട്. എന്നാൽ റേഞ്ച് റീകണക്ട് ആക്കിയിട്ട് ഒന്നുകൂടി നമ്മൾ കയറിയിട്ടുണ്ട്. എന്നാൽ റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായിരിക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയോ വന്നിട്ടുണ്ട് കേസ്. അപ്പോൾ കുറേ ടൈം അങ്ങനെ വെറുതെ പോയി. അതും കഴിഞ്ഞ് നമ്മൾ റേഞ്ചൊക്കെ സെറ്റാക്കി ഇവിടെ വന്ന് കുറച്ച് ലൂട്ടൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ വാരയൊക്കെ കില്ലെടുക്കണുണ്ട്. വാരയുടെ ടീമാണോ എന്ന് അറിഞ്ഞൂടാ കേസ് നമ്മുടെ സെറോക്സ് എഫ് ഒക്കെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പപ്സ് നോക്കാം. അതിലെങ്കിൽ നമ്മൾ പൊക്കിയെല്ലാം വിട്ടിട്ട് ഇനി ഇവിടുന്ന് നേരെ പീക്കിലോട്ട് പോകുന്നു. പീക്ക് ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം സെറോക്സ് ഒക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്ന് നെക്കി അങ്ങ് പിടിച്ച് നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടീമേറ്റിനെല്ലാം പൊക്കിയിട്ട് കുറച്ച് ഗ്ലൂ ഒക്കെ ഇട്ട് നമ്മുടെ റേഞ്ചിന് നല്ല ഷോക്കുണ്ട് കേസ്. അപ്പോൾ ഈ റേഞ്ച് കാരണം നമ്മൾ ചാവുമെന്ന് എനിക്ക് ഡൗട്ടില്ലാതില്ല. അപ്പോൾ നമ്മളിവിടെ വന്നപ്പം ദൈവത്തം വണ്ടിയിലൊക്കെ വന്ന് അപ്പോൾ അവനെയും കൂടി അങ്ങ് കൊല്ലുവാണെങ്കിൽ സെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ വണ്ടാപ്പടിക്കാൻ നോക്കി നടന്നില്ല. അവസാനം മാഗ് എടുത്ത് കുത്തി അങ്ങ് പിടിച്ച് കൊല്ലാമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ടീമേറ്റ് അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല കേസ്. നമുക്ക് സൂപ്പർ സെറോക്സിനെയാണ് വേണ്ടത്, വേറെ ഒന്നും നമുക്ക് വേണ്ട കേസ്. അവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊന്നാൽ മതി, അല്ലെങ്കിൽ കണ്ടാലെങ്കിലും മതി കേസ്. അതല്ലെങ്കിൽ നമുക്ക് ബൂയ, ഇതിലേതെങ്കിലും ഒന്ന് മതി. ബൂയ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഈ സെറോക്സൊക്കെ വന്ന മാച്ച് നമ്മൾ ബൂയ അടിച്ചെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റേഞ്ച് മാറത്തില്ല കേസ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഈ ക്ലോക്കിലോട്ട് വന്നിട്ടുണ്ട്. ക്ലോക്കിൽ വന്നപ്പം ഇനി ഇവിടെ വല്ലതും കാണുമോ, അതല്ലെങ്കിൽ നമ്മൾ നോക്കി ഒരുമിച്ചാണ് സ്കോഡ് പോകണം കേസ്. അപ്പോൾ എന്നാലും അടിച്ചിടാൻ പറ്റുന്നത് കണ്ടൻറ്റ് ആവില്ല, ആരടിച്ചാലും സെറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ EP എല്ലാം സെറ്റ് ചെയ്തിട്ട് പോവുക. അപ്പോൾ എന്നാലും നമ്മുടെ ഓറിയോയാണ്. ഓറിയോ ഇട്ട് EP എങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടാമല്ലോ അടി കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ വൺ ടാപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. നമ്മളെന്നാളും ഇപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണമെന്ന് കമൻറ്റ് ഇടുക കേസ്. അപ്പോൾ എന്നാലും വോയിസ് കൊടുക്കുന്ന ഭയങ്കര ടാസ്ക് പിടിച്ചവരുടെ ഈ ലോങ് വീഡിയോയ്ക്ക്. അപ്പോൾ എന്നാലും ഇത് കുഴപ്പമുണ്ടോയെന്ന് നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അപ്പം ഇവിടെ വന്നപ്പോൾ ഒരുത്തൻ ചാടി ഓടി വന്നു. അവനിട്ട് വൺ ടാപ്പ് അടിക്കുന്നത് നടന്നില്ല. അവസാനം നമ്മൾ നെക്കി പിടിച്ച് കൊല്ലാൻ നോക്കി. അവസാനം നോക്കി കിട്ടി. നമ്മുടെ റേഞ്ചൊക്കെ പോയായിരുന്നു, എങ്ങനെയൊക്കെയോ കിട്ടി ഈ ഭാഗ്യത്തിന്. അത് കഴിഞ്ഞ് റീലോഡൊക്കെ ചെയ്ത് ഇവിടെ നിൽക്കുമ്പോൾ റേഞ്ച് ഭയങ്കര ഷോ. അത് കഴിഞ്ഞ് തോംസൺ അങ്ങ് എടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് അടിച്ചിടാൻ പറ്റുവാണ് സെറ്റ്. നമുക്ക് നോക്കി നോക്കാം. നിങ്ങൾ അവസാനം വരെ എന്നാലും കാണും, നമുക്ക് നോക്കാം നമുക്ക് അടിച്ചിടാൻ പറ്റുമോ. അതൊക്കെ കഴിഞ്ഞ് വോയിസ് കൊടുക്കണതാണ് എനിക്ക് ഭയങ്കര ടാസ്ക്. എനിക്കാണെങ്കിൽ എന്തോ പോലെ. എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്നാലും ഇതുപോലെ ഇനിയും വോയിസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ എന്നാൽ വോയിസ് ഷോ കൊണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾ എന്നാലും കമൻറ്റ് ഇടാനും മറക്കല്ലേ. ഇനിയിപ്പോൾ എന്തായാലും നമ്മളിത് ഹാങ്ങറിൽ പോയിട്ട് നിൽക്കാമെന്ന് ചോദിച്ചു. എന്നാലും അവിടെയാണ് ഇനി സോൺ. അപ്പോൾ എന്നാലും നമ്മൾ വലുതായിട്ട് ഈ കുറച്ചൊക്കെ ഇതിനകത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. എന്നാലും ഫുൾ മാച്ച് അങ്ങ് കാണിക്കാമെന്ന് വെച്ച്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നപ്പോൾ വേറൊരു പാട്ട വണ്ടി കിടക്കണം. ഇതാകുമ്പോൾ അടി കിട്ടത്തില്ല കേസ്, എന്തോരം കാണിച്ചെന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഇവിടെ ഇടിച്ചങ്ങ് നിന്ന് കഴിഞ്ഞ് ഇവിടെ എനിമി ഉണ്ടായിരുന്നു. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ് നേരെ ചാടിച്ചെന്ന്. അപ്പോൾ ഇവിടെ അവനെ കാണുന്നില്ല. നമ്മുടെ ടീമേറ്റ് എന്നാളും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മണ്ടേ കയറണോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിയിട്ട് അവസാനം മണ്ടയിലോട്ട് അങ്ങ് കയറി. എന്താണല്ലോ അപ്പുറത്തായിട്ട് ഒരുത്തരം ഉണ്ടായിരുന്നു ഈ അവനെ നേരെ മാർക്ക് ചെയ്തായിരുന്നു മറ്റേ ഇതിനകത്ത് മാപ്പിനകത്ത്. അപ്പോൾ അവനെ കൊല്ലാൻ പറ്റുന്ന അത്ര നല്ലതായിരിക്കും. നമ്മളത് കഴിഞ്ഞ് നേരെ ചാടി ഓടി അവനെ കൊല്ലാൻ പറ്റും നോക്കുകയാണ് ഈസ്. അപ്പം ഇവിടെ മുട്ടം ഫൈറ്റാണെന്ന് തോന്നുന്നു, അവാരെയാണെന്ന് തോന്നുന്നു. ഈസ് ഒരുത്തനെ ഉണ്ടാ പഠിച്ച് നമ്മളങ്ങ് ഇട്ടിട്ടുണ്ട്. എന്നാലും അത് കഴിഞ്ഞ് നോക്കാൻ കേസ് ഒരു ഫ്രീ കില്ലും കിട്ടി വെറുതെ. എന്താണല്ലോ അത് ലാഭമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരുത്തനെ ഫിനിഷാക്കി വിട്ടിട്ട് നേരെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കേസ് അത് വിളിക്കാത്തൊരു അതിഥി തന്നെ. എന്നാലും നമ്മുടെ ടീം ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല കേസ്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കി. അവസാനം കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ടീമേറ്റ് അങ്ങനെ നോക്കായി. അത് കഴിഞ്ഞ് അവനെ എങ്ങനെയും കൊന്നിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ നമ്മുടെ ടീമേറ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളങ്ങനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പൊക്കിയെല്ലാം വിട്ടിട്ട് പൊക്കിയില്ല കേസ്. നമ്മൾ മെഡടിച്ച് അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഇവിടെ നിന്ന് പോയിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ച് കേസ്. അപ്പോൾ മാക്സിമം നമ്മൾ കിട്ടാവുന്ന അത്ര ലൂട്ടെല്ലാം കുത്തി നിറച്ചിട്ടുണ്ട്. അപ്പോൾ സെറോക്സിനെ ഒന്നും കാണുന്നില്ല കേട്ടോ ഇതുവരെ. എനിക്ക് തോന്നണ വൈപ്പായോ എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ അവസാനം വരെ കണ്ടാൽ മനസ്സിലാവും. ചിലപ്പം വൈപ്പല്ലായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ കേസ്. അപ്പം നമുക്ക് നോക്കാം. കാണുവാണെങ്കിൽ സെറ്റായിരിക്കും. ജസ്റ്റ് ഒന്ന് കണ്ടാലെങ്കിലും മതി കേസ്. സ്ക്രീനിൽ നമുക്ക് അടിച്ചിടാൻ പറ്റുമെന്ന് നോക്കാമായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പോൾ നമ്മുടെ ടീമേറ്റ് പറയുന്നുണ്ടായിരുന്നു ഇവിടുന്ന് അടിക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി ബാക്കിൽ നിന്ന് വല്ലതായിരിക്കും ഞാൻ വിചാരിച്ചു കേസ്. അപ്പോൾ എന്നാൽ നമ്മളിവിടെ തപ്പിയൊക്കെ നോക്കി അവസാനം എനിമീസിനെ ഒന്നും കാണുന്നില്ല കേസ്. അപ്പം എവിടുന്ന് അടിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തപ്പുവാണ് കേസ്, എനിമി ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ നോക്കുമ്പം അവിടുത്തെ വീട്ടിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങിയാണ്. അവൻ നേരെ കുറച്ച് ഡാമേജ് കൊടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് ഡാമേജ് കൊടുക്കാൻ നടക്കുന്നില്ല കേസ്. അത് അവസാനം നോക്കിയാൽ മണ്ടയ്ക്ക് ഇവിടെ ആയിരുന്നു കേസ് എല്ലാവരും അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവനെ കൊന്നിട്ട് കാര്യമുള്ളൂ, അല്ലേ നമ്മുടെ ടീം ഇവിടുന്ന് വൈപ്പാവാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും സെറോക്സിനെ കാണാൻ പോലും പറ്റത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്ലാഗ് ഗൺ എടുത്തിട്ട് നേരെ അവൻ 2 ഡാമേജ് അങ്ങ് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് അവനാണ് മെഡ് അടിക്കണ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതെന്തായാലും ലാഭമായി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ സ്കോപ്പ് ചെയ്തങ്ങ് വെച്ച് അവൻ വരുമ്പോൾ തലക്കിട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പം അവൻ പറഞ്ഞ പോലെ തന്നെ വന്ന് നേരെ തലക്കിട്ട് കൊടുത്ത് അവനെ കൊന്നിട്ടുണ്ട്. എന്നാലും ഇതിപ്പോൾ ലാഭമായി. അത് കഴിഞ്ഞ് വേറൊരുത്തൻ ഇവിടെ നിൽക്കുന്ന കേസ്. അപ്പം അവനെ നേരെ കുറച്ച് ഡാമേജ് കൊടുക്കുന്നെങ്കിൽ അവനെ ഓടിക്കളഞ്ഞു കേസ്. അപ്പോൾ എന്നാലും നമുക്ക് ഇവിടുന്ന് കയറി ചെന്ന് അടിക്കാം. അവനാണെങ്കിൽ മണ്ടൻ എന്നെ കാണാണ്ട് പോയി അവിടെ നിന്ന് ലൂട്ടിക്കൊണ്ടിരുന്നാന്ന് തോന്നുന്നു. അവനങ്ങ് നെക്കി പിടി ലൂട്ടിലെ കേസ് വണ്ടിക്കകത്ത് പോയിരുന്നു. നമ്മുടെ മുമ്പിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നു. നമ്മൾ നേരെ ആ വണ്ടി അങ്ങ് എടുത്തിട്ട് നമ്മൾ നേരെ പോവാണ് കേസ്. അപ്പോൾ അവനെ അങ്ങ് കൊന്നപ്പോൾ നമുക്ക് സമാനം കിട്ടി. 8 കില്ല് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. എന്നാലും സെറോക്സിനെ കൊല്ലാൻ പറ്റും നോക്കും കേസ്. അപ്പം ഇവിടെ വന്നപ്പോൾ മുട്ടം ഫൈറ്റ് അവാരയൊക്കെ ആയിരുന്നു. എന്നാലും അവന്മാരുടെ അടുത്ത് കാണുമെന്ന് വിചാരിച്ച് നമ്മൾ ചാടി ചെന്നപ്പം എവിടുന്നൊക്കെയോ അടി. അപ്പോൾ ഞാനോടത്ത് നേരെ വട്ടം ഗ്ലൂ ഇട്ടിട്ടുണ്ട്. എന്നാലും അല്ലെങ്കിൽ വെറുതെ അടിക്കിട്ട് ചാവണം എന്തിനാ, എനിക്ക് എന്നാലും സെറോക്സിന് അടിച്ചിട്ടേ കാര്യമുള്ളൂ കേസ്. അപ്പം ഇവിടെ വന്നപ്പോൾ നോക്കാരും ആരെയും കാണുന്നില്ല കേസ്. അപ്പോൾ എന്നാലും സെറോക്സിൻ്റെ മുമ്പിൽ പോയാൽ ചിലപ്പോൾ ഞാൻ ചാവാൻ ചാൻസ് ഉണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല അടി അടിക്കാൻ പറയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് ഇവിടെ തപ്പി അവൻ എനിമീനെ കാണുന്നില്ല. അവനാണെങ്കിൽ അങ്ങോട്ട് പോയി ഒബ്സർവേറ്ററി. അപ്പോൾ നമ്മൾ നേരെ ഒബ്സർവേറ്ററിക്ക് പോകണോ വേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അവസാനം നമ്മൾ
കൈ അങ്ങ് നെക്കി അങ്ങ് വിട്ടിട്ടുണ്ട് ഒബ്സർവേറ്ററിലോട്ട്. അപ്പോൾ ഒബ്സർവേറ്ററിൽ തന്നെ പോയിട്ട് ഫൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് നേരെ വെച്ചങ്ങ് വിടുകയും ചെയ്ത് എവിടെയോ പോയി അങ്ങ് ഇറങ്ങുകയും ചെയ്തു കേസ്. അപ്പം എങ്ങുമില്ലാത്ത ഇറക്കലായിപ്പോയി. അവന്മാർ മൊത്തം സ്കോഡിന് എണ്ണാക്കി. അപ്പം തന്നെ ഒരുത്തിന് തോംസൺ വെച്ച് അങ്ങ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കാൻ അവൻ്റെ ടീമേറ്റ് ഇവിടുന്ന് ചാടി ഓടി വന്നു വലിയ കാര്യത്തിൽ. അവനങ്ങ് നേരെ നമ്മൾ കുറച്ച് ലാമ എടുത്ത് ഓറി ഇട്ടിട്ട് നേരെ ബാക്ക് വലിഞ്ഞു. അപ്പോൾ നോക്കാനും ഫിനിഷ് ആക്കിക്കൊണ്ടിരുന്ന സമയത്ത് കേസ് എവിടുന്നോ ഇല്ലാത്ത ഏതൊരു കഴിവേറി വന്ന് നമ്മളെ പുറകിൽ നിന്ന് അടിച്ച് കൊന്നിട്ടുണ്ട്. ഇവനൊക്കെ ഇവനെയൊക്കെ ഞാൻ കൊന്നതാണ് അപ്പോൾ ഒന്നുകൂടി വന്ന് നമ്മളങ്ങനെ കൊന്നിട്ടുണ്ട് കേസ് എന്നാളും. അപ്പം നമ്മുടെ ടീമേറ്റ് എടുക്കുമായിരിക്കും കേസ്. പപ്സ് എന്നാളും കുറച്ച് ഡാമേജ് കൊടുക്കുന്നത് 2 പേരുണ്ട് കേസ്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് ഇവിടെ പറന്ന് വന്നുകൊണ്ട് കുറച്ച് സപ്പോർട്ട് ആവുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പപ്സ് ലാസ്റ്റിന് ഒരുത്തിനോട് ഉണ്ട്. അവനെ കൂടി കൊന്ന സ്കോഡ് വെയ്പ്പ് ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് നോക്കി നോക്കാം കേസ്, അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നാലും ഞാൻ 2 പേരെ എടുത്തായിരുന്നു. അപ്പോൾ ഈ പപ്സ് കൂടി എടുക്കുന്ന സെറ്റ് ആയിരിക്കും. അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലെയിം ബൈ നേരെ 150 കൊടുത്ത് അത് കഴിഞ്ഞ് അവൻ ഓടുന്ന കേസ്. അപ്പോൾ എന്നാളും അവനെ കൊല്ലുവാണ സെറ്റ് ആയിരിക്കും എന്നാളും. അപ്പോൾ നോക്കാൻ നമ്മുടെ ഗരുഡൻ ബൈ അവനെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേസ്. ഒരടിക്കുള്ളൂ. അപ്പോൾ എന്നാളും ഗരുഡൻ അവനെ എടുത്തിട്ടുണ്ട്. ആ ടീം അങ്ങ് വൈപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്നാളും പൊക്കി വിട്ടിട്ട് നമുക്ക് അവിടെ പോയി അടിച്ചിടാൻ പറ്റുമോ നോക്കാം. അപ്പോൾ പപ്സ് പോകുന്നുണ്ട് നമ്മളെ പൊക്കാൻ വേണ്ടി കേസ്. അപ്പോൾ എന്നാളും ടോക്കണൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 1200 ഉണ്ട്. ഇപ്പോൾ 800 ആയിട്ടുണ്ട് അപ്പോൾ കേസ്. അപ്പോൾ എന്നാളും പൊക്കി കഴിഞ്ഞാൽ നമ്മൾ മാസ് കാണിക്കുന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് കേസ്. അപ്പം നേരെ 10 ഇപ്പം ആയിട്ടുണ്ട്. അപ്പോൾ എന്നാൾ ഈ കളി ബൂയി അടിച്ചിട്ട് കാര്യമുള്ളൂ കേസ്. അപ്പോൾ എന്നാൾ സെറോക്സ് നിങ്ങൾ കണ്ടോ എന്ന് കമൻറ്റ് ഇടാൻ മറക്കല്ലേ. സെറോക്സ് ഉണ്ടെങ്കിൽ സെറ്റായിരിക്കും ഈ കളി. ഇപ്പോൾ ഈ കളിയല്ല കേസ്. അപ്പം ഈ മാച്ചിൽ അവസാനം വരെ ഈ കളി തന്നെയുള്ള സെറോക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഏറിയിൽ നിന്ന് നമുക്ക് അടി കിട്ടണം കേസ്. എന്തോ അടി ഇത്. അപ്പം ഏറിയിൽ നിന്നൊക്കെ അടി കിട്ടി നമ്മൾ നേരെ പറന്ന് നമ്മുടെ സ്കോഡിൻ്റെ അണ്ണാക്കിൽ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലൂട്ടൊക്കെ പതുക്കെ പെറുക്കിയെടുത്ത് 2 മാക്ടൺ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ച് നോക്കാം. പിന്നെ കേസ് ഈ ഫുൾ വീഡിയോ കേസ് ഇഷ്ടപ്പെട്ട കേസ് ലൈക്ക് അടിക്കാനും ഷോർട്സും പോട്ടെ കേസ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാളൊരു കമൻറ്റ് ഇട്ടേക്ക് ഇഷ്ടപ്പെട്ടോന്ന്. അപ്പോൾ ഇതുപോലത്തെ ഇനി വീഡിയോസ് വേണമെന്ന് കൂടി കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ അത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അതിനനുസരിച്ച് നമുക്ക് വീഡിയോ സെറ്റാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേസ്. അപ്പോൾ എന്നാൽ നമ്മൾ അത് കഴിഞ്ഞ് ലൂട്ടൊക്കെ പെറുക്കി ദൈവത്തും പറന്നിറങ്ങണം. അവനെ അങ്ങ് അടിച്ചിട്ട് കന്ന കാര്യം എന്ന് പറഞ്ഞ് നേരെ ചെന്നിട്ട് നെക്കി അങ്ങ് പിടിച്ച് നമ്മുടെ ടീമേറ്റ് അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ വലിയ ഡാമേജ് ഒന്നും കൊടുത്തില്ല, അത് വേറെ കാര്യം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതിനകത്ത് കയറിയിട്ട് നേരെ വിഞ്ചസ്റ്റർ ആക്കിയിട്ടുണ്ട്. അപ്പം വിഞ്ചസ്റ്ററിന് ഒരുത്തന്നെ അടിച്ചിട്ട് വേണം സെറ്റായിരിക്കും. അപ്പോൾ സെറോക്സിനൊക്കെ ഹെഡ് ഷോട്ട് അടിച്ച് കൊല്ലണം ആലോചിക്കും വിഞ്ചസ്റ്ററിന്. അത് നടക്കുമെന്ന് ഇറങ്ങി തോന്നണില്ല കേസ്. അത് കഴിഞ്ഞ് ഒരുത്ത് നിൽക്കണം. അവന് നേരെ കുറച്ച് ഡാമേജ് കൊടുത്തു. അപ്പോൾ ഇനി 2 അടി കൂടി കൊടുത്താൽ അവൻ ചാവും. അത് കഴിഞ്ഞ് അവൻ്റെ ടീം അങ്ങ് വൈപ്പായി കേസ്. എന്നാൽ ലാഭമായി. അതെല്ലാം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ കേസ് ഇതിനകത്ത് ഒരുത്തന്മാരുണ്ട് കേസ്. അപ്പോൾ എന്നാൽ നമുക്ക് നോക്കി നോക്കാം. ഇത് സെറോക്സ് അല്ലെങ്കിൽ മിക്കവാറും അവന്മാർ നമ്മൾ നേരത്തെ തന്നെ ചത്തിട്ടുണ്ട് കേസ്. അപ്പോൾ ഇത് സെറോക്സ് അല്ല കേസ്. അപ്പം അവന്മാർ ചത്തെന്ന് തോന്നുന്നു. എന്നാൽ ഈ കളിയിൽ അവന്മാരില്ല കേസ്. നമ്മളങ്ങനെ ബൂയി അടിക്കാൻ പറ്റുന്നു കേസ്. അപ്പോൾ ലാസ്റ്റ് മൈ വന്ന് നമ്മൾ നേരെ കൊന്നിട്ട് ബൂയി അങ്ങ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും ബൂയി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേസ്. അപ്പോൾ എന്നാലും അടുത്ത വീഡിയോക്കാണെങ്കിൽ സ്റ്റാറ്റാ ബൈ ബൈ. എന്നാലും സെറോക്സിന് അടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നാലും കുറച്ച് പ്ലസ്സും കിട്ടി. അടുത്ത വീഡിയോക്കാണെങ്കിൽ സ്റ്റാറ്റാ ബൈ ബൈ.